മുത്തുനബി പറയുന്നതായിട്ട് കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഒട്ടകം കൃഷിയിടങ്ങളിൽ കയറി എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ആ ഒട്ടകത്തിന്റെ ഉടമ അതിനെ കെട്ടിയിട്ടു കുറെ നാൾ. വീണ്ടും ആ ഒട്ടകത്തെ അയച്ചുവിട്ടു. ഈ ഒട്ടകത്തിന് എന്തിനാണ് അതിനെ കെട്ടിയതെന്നോ എന്തിനാണ് അതിനെ വീണ്ടും അയച്ചു വിട്ടതെന്നോ ഒട്ടകത്തിന് അറിയില്ല. ഇതുപോലെയാണ് മുനാഫിക്കീങ്ങളുടെ അവസ്ഥ. നമുക്കൊരു രോഗം വന്നിട്ട് നമ്മളിങ്ങനെ ബേജാറാവുക. പല ഉസ്താദന്മാരടുത്തും പോയി, പല സ്ഥലത്തും പോയി, ആൾക്കാരോടൊക്കെ പരാതി പറഞ്ഞു. ലാസ്റ്റ് ആ രോഗം മാറി, അയാൾ വീണ്ടും പഴയ ലൈഫ് തന്നെ. അള്ളാഹു രോഗം തരുന്നത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഒരു രോഗം വന്നിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അവൻ ആ രോഗത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവൻ ഈ ഒട്ടകത്തെ പോലെയാണ്. ഒട്ടകത്തെ എന്തിനാ കിട്ടിയിട്ടെന്നും എന്തിനാ അയച്ചു വിട്ടെന്നും അതിനറിയില്ല. അതുപോലെയാണ് മുനാഫിക്കുകളുടെ ലക്ഷണം. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ജീവിതത്തിൽ വന്നു, അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാ ബുദ്ധിമുട്ട് വന്നെന്നോ നമുക്കറിയില്ല, എന്തിനാ രോഗം വന്നെന്നോ നമുക്കറിയില്ല. ബുദ്ധിമുട്ട് വന്നു, കുറെ നാൾ ഇങ്ങോട്ട് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു, ആടൊക്കെ പോയി ഈടൊക്കെ പോയി, ആ ബുദ്ധിമുട്ട് നീങ്ങിയപ്പോൾ നിങ്ങൾ വീണ്ടും പഴയ ലൈഫ് തന്നെയാണ്. നിങ്ങളത് ഒരു സിമ്പിളായിട്ട് എടുത്തു, സിമ്പിളായി അത് വിട്ടു, വീണ്ടും പഴയ ലൈഫ്. ഇതാരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണം. അല്ലാഹു കാക്കട്ടെ.